ഇല്ല, അവർ പറഞ്ഞത് ഈ ഈ ഈ എന്താ പറയുക, ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു ലോഡിൻ്റെ കാരണമാണ് ആ സോയിൽ, ഈ മഴേൻ്റെ കാരണം ആ സോയിൽ കുറച്ച് സോഫ്റ്റായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, ഞാനിത് 4-5 ദിവസം മുമ്പേ നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്. അതൊന്ന്. രണ്ടും, ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഇതിനെക്കുറിച്ച് എക്സാമിനേഷനും ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ആ റിപ്പോർട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി പോയി നിതിൻ ഗഡ്കരിയോടൊപ്പം ഇരുന്ന് ഇതിൻ്റെ എന്തായിരിക്കും പെർമനൻ്റ് ഒരു സൊല്യൂഷൻ, ഇനിയും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഒരു ബ്രിഡ്ജാണോ പാലമാണോ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻക്വയറി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ പരിഹാരം നമ്മൾ തീരുമാനിക്കും. അത് നമ്മൾ ഈ എൻക്വയറി റിപ്പോർട്ട്, ഞാൻ അങ്ങനെ വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ല. അല്ല, നമ്മൾ നോക്കാം. അത് നോക്ക്, ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോന്ന് പറയല്ലോ, ഇത് ഞങ്ങളുടെ ഫോൾട്ടല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ച് ഒരു പിന്നെ ചുമതലയില്ല. അത് എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ. ഈ ലാൻഡ് തരുന്നത് സംസ്ഥാന സർക്കാരാണ്, അതിൻ്റെ സർവേ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് സർവേ ചെയ്തോ, നന്നായിട്ട് നടന്നോ, അത് എന്താണ് ഇതിൻ്റെ കാരണം, അത് കോൺട്രാക്ടർ ചെയ്ത തെറ്റാണോ, ഇത് NHAI ഒരു ഫോൾട്ടി ഡിസൈനാണോ കൊടുത്തത്, അതെല്ലാം എൻക്വയറി